ഹിമാചൽ പ്രദേശിലെ ധരംശാല സ്റ്റേഡിയം ഒരുങ്ങിയിരിക്കുകയാണ്. പരമ്പര 1-1 എന്ന നിലയിൽ നിൽക്കെ ഞായറാഴ്ച രാത്രി 7 മണിക്ക് നടക്കുന്ന മൂന്നാം T20 മത്സരം ഇരു ടീമുകൾക്കും ഫൈനലിന് തുല്യമാണ്. എന്നാൽ മത്സരത്തിന്റെ ഫലത്തേക്കാൾ ഉപരി ക്രിക്കറ്റ് ലോകം, പ്രത്യേകിച്ച് മലയാളി ആരാധകർ ഉറ്റുനോക്കുന്നത് ഒരേ ഒരു കാര്യത്തിലേക്കാണ്: സഞ്ജു സാംസൺ കളിക്കുമോ? ആദ്യ 2 മത്സരങ്ങളിലും ബെഞ്ചിലിരുന്ന് കളി കാണേണ്ടി വന്ന സഞ്ജുവിനെ നിർണായകമായി ഈ മത്സരത്തിലെങ്കിലും പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തുമോ എന്നതാണ് ചോദ്യം. ഈ ആകാംക്ഷയ്ക്കിടയിലാണ് മുല്ലൻപൂരിലെ 2ാം T20ക്ക് ശേഷം പകർത്തിയൊരു വീഡിയോ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഇന്ത്യൻ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറും സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയും തമ്മിലുള്ള അതീവ ഗൗരവകരമായ ഒരു സംഭാഷണമാണ് വീഡിയോയിലുള്ളത്. തോൽവിയുടെ നിരാശയിൽ തലകുനിച്ച് മടങ്ങാതെ കോച്ചിനൊപ്പം നടന്ന് കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ച് ഹാർദിക് എന്തൊക്കെയോ സമ്മർദ്ദിക്കാൻ ശ്രമിക്കുന്നത് വീഡിയോയിൽ വ്യക്തമാണ്. ഈ ദൃശ്യങ്ങളെ മുൻനിർത്തി ആരാധകർ മെനയുന്ന കഥകളും അതിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങളും നമുക്ക് പരിശോധിക്കാം. 2ാം T20യിൽ ഇന്ത്യ 51 റൺസിന്റെ വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിയുന്നത്. സാധാരണയായി ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുമ്പോൾ താരങ്ങൾ പരസ്പരം തമാശ പറയുകയോ സമാശ്വസിപ്പിക്കുകയോ ആണ് പതിവ്. എന്നാൽ ഇവിടെ ഹാർദിക് പാണ്ഡ്യയുടെ ശരീരഭാഷ തികച്ചും വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം ഗൗതം ഗംഭീറിനോട് വളരെ ഗൗരവത്തിലെന്തോ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ തന്റെ അഭിപ്രായം ശക്തമായി അവതരിപ്പിക്കുകയോ ചെയ്യുന്നതായി തോന്നുന്നു. ഗംഭീർ അത് ശ്രദ്ധയോടെ കേൾക്കുന്നതും തലയാട്ടുന്നതും കാണാം. ടീമിനേറ്റ അപ്രതീക്ഷിത തിരിച്ചടിയിൽ ഇരുവരും അസ്വസ്ഥരാണെന്ന് വ്യക്തം. ബൗളിംഗിലെ പിഴവുകളോ ബാറ്റിംഗിലെ തകർച്ചയോ ആയിരിക്കാം അവരുടെ ചർച്ചാ വിഷയം. എന്നാൽ ഓഡിയോ ലഭ്യമല്ലാത്ത ഈ വീഡിയോയ്ക്ക് ആരാധകർ നൽകുന്ന വ്യാഖ്യാനം മറ്റൊന്നാണ്. സോഷ്യൽ മീഡിയയിലെ സഞ്ജു സാംസൺ ആരാധകർ ഈ വീഡിയോയെ കാണുന്നത് സഞ്ജുവിന്റെ തിരിച്ചുവരവിനുള്ള സൂചനയായാണ്. അവരുടെ വാദം ഇതാണ്: തുടർച്ചയായി ഓപ്പണിംഗിൽ പരാജയപ്പെടുന്ന ശുഭ്മാൻ ഗില്ലിനെ മാറ്റണമെന്നും പകരം സഞ്ജു സാംസണെ ഓപ്പണറായി ഇറക്കണമെന്നും ഹാർദിക് പാണ്ഡ്യ ഗംഭീറിനോട് ആവശ്യപ്പെടുകയാണത്രേ. ഇങ്ങനെയൊരു നിഗമനത്തിലേക്ക് ആരാധകർ എത്താൻ കാരണമുണ്ട്. ശുഭ്മാൻ ഗിൽ ഓപ്പണർ റോളിൽ സമ്പൂർണ്ണ പരാജയമാണ്. 4 ഗോൾഡൻ ഡെക്ക് എന്നിങ്ങനെയാണ് ഈ പരമ്പരയിലെ ഗില്ലിന്റെ സ്കോറുകൾ. ഗില്ലിനെ മാറ്റി സഞ്ജുവിനെ കൊണ്ടുവന്നാൽ ടീമിന് ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചാവാം ഹാർദിക് സംസാരിക്കുന്നതെന്നാണ് ഫാൻസ് തിയറി. ഹാർദിക് പാണ്ഡ്യ ഗില്ലിനെതിരെ നീങ്ങും എന്ന് ആരാധകർ വിശ്വസിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇരുവരും തമ്മിലുള്ള ബന്ധം അത്ര ഊഷ്മളമല്ല എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. IPLൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ക്യാപ്റ്റനായിരുന്ന ഹാർദിക് മുംബൈ ഇന്ത്യൻസിലേക്ക് പോയതും പിന്നീട് ഗിൽ ഗുജറാത്ത് ക്യാപ്റ്റനായതും ചരിത്രം. കഴിഞ്ഞ IPLൽ മുംബൈയും ഗുജറാത്തും തമ്മിലുള്ള മത്സരത്തിനിടെ നടന്നൊരു സംഭവം വലിയ വിവാദമായിരുന്നു. ടോസിനു ശേഷം ഹാർദിക് പാണ്ഡ്യ ഹസ്തദാനത്തിനായി കൈനീട്ടിയപ്പോൾ ഗിൽ അത് ശ്രദ്ധിക്കാതെ ഒഴിഞ്ഞുമാറുന്ന ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു. ഗിൽ മനഃപൂർവ്വം ഹാർദിക്കിനെ അവഗണിച്ചു എന്നായിരുന്നു അന്ന് ഉയർന്നു വന്ന വിമർശനം. പിന്നീട് ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളില്ല എന്ന് ഗിൽ വിശദീകരണം നൽകിയെങ്കിലും ഇവർക്കിടയിൽ ഒരു ഈഗോ ക്ലാഷ് നിലനിൽക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ടീമിലെ തന്റെ പ്രധാന എതിരാളിയായ ഗില്ലിനെ പ്ലേയിങ് 11-ൽ നിന്ന് പുറത്താക്കാൻ ഹാർദിക് കിട്ടിയ അവസരം മുതലാക്കുകയാണെന്നും അതിനായി സഞ്ജുവിന്റെ പേര് നിർദ്ദേശിക്കുകയാണെന്നും ആരാധകർ കരുതുന്നു. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന ലൈനിലാണോ ഹാർദിക് സഞ്ജുവിനെ പിന്തുണയ്ക്കുന്നത് എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയ ഉയർത്തുന്നത്. ആരാധകരുടെ ഈ കണ്ടെത്തലുകളിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. ഹാർദിക് പാണ്ഡ്യ സഞ്ജു സാംസണുമായി വലിയ അടുപ്പമുള്ള താരമാണെന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല, വൈസ് ക്യാപ്റ്റനായ ഗില്ലിനെ മാറ്റാൻ ഒരു താരം മാത്രം വിചാരിച്ചാൽ സാധിക്കുമോ എന്നതും സംശയമാണ്. എന്നാൽ ഒരു സീനിയർ താരം എന്ന നിലയിൽ ടീമിന്റെ ജയത്തിനായി മാറ്റങ്ങൾ നിർദ്ദേശിക്കാൻ ഹാർദിക്കിന് അവകാശമുണ്ട്. മുല്ലൻപൂരിൽ ടീം മൊത്തത്തിൽ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ടീം കോമ്പിനേഷനെ കുറിച്ചുള്ള ഹാർദിക്കിന്റെ ആശങ്കകൾ ഗംഭീർ മുഖവിലയ്ക്കെടുക്കാനും സാധ്യതയുണ്ട്. സഞ്ജുവാണോ ഗില്ലാണോ ചർച്ചാ വിഷയം എന്നതിലുപരി ഇന്ത്യയുടെ പ്രകടനം ദയനീയമായിരുന്നു എന്നതാണ് സത്യം. അത് തന്നെയാകാം ഗംഭീർ ഹാർദിക് ചർച്ചയുടെ കാതൽ. ഹർഷ്ദീപിന്റെ റെക്കോർഡ്. ഇന്ത്യയുടെ പ്രധാന ബൗളറായ ഹർഷ്ദീപ് സിംഗ് ഒരൊറ്റ ഓവറിൽ 7 വൈഡുകൾ ഉൾപ്പെടെ 13 പന്തുകളാണ് എറിഞ്ഞത്. രാജ്യാന്തര T20യിൽ ഇത് നാണക്കേടിന്റെ റെക്കോർഡാണ്. ബൗളിംഗ് യൂണിറ്റിലെ ഈ അച്ചടക്കമില്ലായ്മ ഹാർദിക്കിനെ ചൊടിപ്പിച്ചിട്ടുണ്ടാകാം. ബാറ്റിംഗ് തകർച്ച. 214 റൺസ് ചേസ് ചെയ്യുമ്പോൾ ഗിൽ ഗോൾഡൻ ഡെക്കായി മടങ്ങിയതും
അഭിഷേക് ശർമ്മയും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും പരാജയപ്പെട്ടതും ടീമിനെ സമ്മർദ്ദത്തിലാക്കി. ഈ പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ ധരംശാലയിൽ എന്ത് ചെയ്യണം എന്നതാകാം ആ സീരിയസ് ചർച്ച. അതിൽ ഗില്ലിന് പകരം സഞ്ജു വരണമെന്ന നിർദ്ദേശം ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് ടീമിന്റെ ജയത്തിന് വേണ്ടിയുള്ള തന്ത്രപരമായ നീക്കം മാത്രമായിരിക്കും. ഈ രഹസ്യ ചർച്ചയുടെ ഫലം എന്താണെന്ന് ഞായറാഴ്ച ടോസ് ഇടുമ്പോൾ അറിയാം. ഗൗതം ഗംഭീർ ആരാധകരുടെ വികാരം മാനിച്ച് സഞ്ജുവിന് അവസരം നൽകുമോ, അതോ ഗില്ലിന് ഒരു അവസരം കൂടി നൽകി പരീക്ഷണം തുടരുമോ? സഞ്ജു സാംസൺ എന്ന പ്രതിഭയ്ക്ക് ഇനിയും അവസരങ്ങൾ നിഷേധിക്കുന്നത് നീതിയല്ല. ഗിൽ പരാജയപ്പെടുന്ന ഓരോ നിമിഷവും സഞ്ജുവിന്റെ പ്രസക്തി വർദ്ധിക്കുകയാണ്. ഹർദിക് പാണ്ഡ്യ ആ വീഡിയോയിൽ പറഞ്ഞത് സഞ്ജുവിനെ കുറിച്ചാണെങ്കിൽ മലയാളി ആരാധകർ ഹാർദിക്കിന് കൈയടിക്കും എന്നത് ഉറപ്പാണ്. ധരംശാലയിലെ തണുപ്പിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് ചൂടുപിടിക്കണമെങ്കിൽ സഞ്ജു എത്തണമെന്നാണ് ഗ്യാലറി ആഗ്രഹിക്കുന്നത്.